സാറേ നമസ്കാരം. നമസ്കാരം. മാനേജർ കണ്ടേ? എത്ര മാസത്തേക്ക്? 2 മാസത്തേക്ക്. നോക്കട്ടെ. ഹലോ സാർ. എന്താ ഹിമവാൻ, വരൂ ഇരിക്കൂ. എന്താ കാര്യം? അതെ, എന്റെ ലാസ്റ്റ് ഗഡു. ലാസ്റ്റ് ഗഡു? ഓ, അതിന് തന്റെ വാർപ്പ് കഴിഞ്ഞോ? പണി തീർന്നോ? ഓ, അതൊക്കെ നമ്മൾ ഇന്നലെ സംസാരിച്ചാണല്ലോ. എപ്പോ? ഇന്നലെ. താനായിരുന്നൂലേ? എനിക്ക് ആട് മാറിപ്പോയി. അതെ, നരകത്തിലെ കോഴിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഷാജി, ആ ഹിമവാന്റെ ചെക്കൊന്ന് റെഡിയാക്ക. തന്റെ വാർപ്പ് കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞത്? കഴിഞ്ഞു സാർ, കംപ്ലീറ്റ് വാർപ്പും കഴിഞ്ഞു. എങ്കിലും ഓക്കെ, അല്ലേ പ്രശ്നമാണേ. വെറുതെ കള്ളുടിച്ചിട്ട് എന്തെങ്കിലും പറയണ പോലെ അല്ലല്ലോ. അത് ശരിയാണ്. ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ വരാം. അല്ല സാർ എവിടേക്കാ? തന്റെ സൈറ്റിലേക്ക്. അയ്യോ, അത് വേണ്ട സാറേ. അതെന്താ? അല്ല, പണി കംപ്ലീറ്റ് കഴിഞ്ഞതാണല്ലോ. പിന്നെന്താ പ്രശ്നം? അല്ല, പിന്നെ അതുവരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വെറുതെ. ഈ കഷ്ടപ്പാടൊക്കെ ജോലിയുടെ ഭാഗാടോ. താൻ വാ. ചതിച്ചു. കണ്ട് ബോധ്യപ്പെട്ട് റിപ്പോർട്ട് എഴുതണം. അതെ, ലാസ്റ്റ് ഗഡു പൈസ തരുന്നതല്ലേ? അല്ല, അവിടെ വരാതെ റിപ്പോർട്ട് എഴുതിക്കൂടെ സാറേ? എന്ത്? അല്ല, റോഡൊക്കെ വളരെ മോശമാണ് സാറേ. വണ്ടി വല്ല കുണ്ടിലോ കുഴിയിലോ വീണ് കഴിഞ്ഞാൽ നട്ടല്ലൊടിയാതെ. അത് ഞാൻ സഹിച്ചു. അല്ല, കിട്ടു. ഈ റോഡിൽ എവിടെയോ നട്ടല്ലൊടിയുന്ന കുണ്ടും കുഴിയും ഉണ്ടായിരുന്നു സാറേ. ഇന്നലെ രാത്രി ആരോ വന്ന് അടച്ചതാ തോന്നുന്നു സാറേ. ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ നിർത്തിക്കോ. കേട്ടോ, വരൂ സാറേ. ശരിക്കും നോക്കാൻ തന്നെയാടാ വന്നത്. ഹിമവാൻ എവിടെ? ഞാൻ ഇവിടെ. എടോ, ഇതാണോ തന്റെ വാർപ്പ് കഴിഞ്ഞ വീട്? തന്നോടാ ചോദിച്ചത്. തനിക്ക് ചെവി കേൾക്കില്ല. ഇതാണോ വാർപ്പ് കഴിഞ്ഞ വീട്? ചെവി കേൾക്കാൻ സാർ. ഞാൻ വേണമെങ്കിൽ ഒരു ട്രീറ്റ് കൂടെ നടത്താം. അപ്പൊ 4ാമത്തെ ട്രീറ്റ് ആവും. വേണമെങ്കിൽ ആ നരകത്തിലെ കോഴിനെ വാങ്ങിക്കാം സാർ. താൻ എന്നെ കുറിച്ച് എന്താണോ വിചാരിച്ചത്? പണി കഴിയാത്തൊരു വീടിന് വേണ്ടി പണി കഴിഞ്ഞു എന്നും പറഞ്ഞ് മുഴുവൻ ലോൺ പാസ്സാക്കി തന്ന എന്റെ പണി പോണ വഴി അറിയില്ല. മനസ്സിലായോ തനിക്ക്? എടോ, സൈറ്റ് ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് ഇന്ന് തന്നെ തന്റെ ചെക്ക് പാസ്സാക്കി തരാമെന്ന് വിചാരിച്ച് വന്നതാ ഞാൻ. ഇനി അത് പാസ്സാക്കി തരുന്ന പ്രശ്നമേ ഇല്ല. ആദ്യം വാർപ്പ് തീർക്ക്. സാർ, സത്യസന്ധനായ ഒരു അച്ഛന്റെ മകനാണ് ഞാൻ. അതുകൊണ്ട് കയ്യിൽ ഒരു പൈസ ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കള്ളം പറയേണ്ടി വന്നത്. സാർ, അത് എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാക്കി തരണം സാർ. എന്റെ വർഗീസ് പുണ്യാളാ, ഇവിടെ വന്ന് നോക്കാൻ തോന്നിയത് എന്റെ പുണ്യം. താൻ ഹിമവാനല്ലടോ, ഹനുമാനാണ്. ഹനുമാൻ എന്റെ ജോലിയും കളഞ്ഞ് എന്നെ കൊലക്കൊടുക്കാൻ അവതരിച്ച ഹനുമാൻ. ഒരു നരകത്തിലെ കോഴി എന്നെ നരകത്തിലാക്കാൻ. ഇനി വാർപ്പുഴ പ്രദേശിക്ക് വന്നു വരുത്. മനസ്സിലായ? അല്ല പിന്നെ വണ്ടി എടുക്കണോ? അയ്യോ സോറി, തന്നോടല്ല. വണ്ടി പൈസ തന്നെ ഞാൻ വാർക്കാൻ സാറേ. മനുഷ്യന് മെനക്കെടുത്ത്. ഫ്രിഡ്ജിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? കമ്പനി സാറിലെ ചേച്ചി, ഗ്യാരണ്ടി കാർഡ്. ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ എല്ലാ മാസം 10-ാം തീയതി കൃത്യമായിട്ട് അടയ്ക്കണം കേട്ടോ. 10-ാം തീയതി അല്ലേ? എന്താ അത്? ഇതെന്തിനാ ഓട്ടോറിക്ഷ വന്നിരുന്നത്? ഫ്രിഡ്ജ് കൊണ്ടുവന്നതാ. ഫ്രിഡ്ജോ? അപ്പൊ ഇവിടെ ഒന്നില്ലേ? അത് ഈ വീട്ടുകാരുടെ അല്ലേ? നമ്മുടെ വീട് പണി കഴിയുമ്പോഴേക്കും നമുക്കൊന്നും വേണ്ടേ? നിനക്കെന്താ തലയ്ക്ക് സുഖമില്ല സുമേ? അത് അപ്പ പോരെ. അല്ല ഏട്ടാ, ഇത് അഡ്വാൻസ് 500 രൂപ കൊടുത്താൽ മതി. അത് ഞാൻ കൊടുത്തു. പിന്നെ മാസം തവണകളായിട്ട് അടച്ചു തീർക്കണം. അത് ആരടയ്ക്കും? നീ അടയ്ക്കോ അതോ നിന്റെ അച്ഛൻ അടയ്ക്കോ? എന്താ ബാലേട്ടാ ഇത്? നമ്മുടെ വീട് പണി തീരുമ്പോഴേക്കും ഇതിന്റെ അടവ് തീരില്ലേ? ഇങ്ങനെ ഓരോന്ന് സ്വരുക്കൂട്ടി വെച്ചില്ലെങ്കിലേ പിന്നെ അവസാനം നമ്മൾ ഒരുമിച്ച് കാശ് കൊടുത്തിട്ട് ഒന്നും വാങ്ങിക്കലൊന്നും ഉണ്ടാവില്ല. ഇതാവുമ്പോ മാസം 2500 രൂപ ഏട്ടനെ കൊണ്ട് അടയ്ക്കാൻ പറ്റല്ലോ. മാസം 2500 രൂപയെ? എന്തൊരു കഷ്ട നോക്കണം. എന്തൊരു ഗതികൾ.